മോനട്ടാ മോനട്ടാ അയ്യോ മോനട്ടാ ഇതെന്തു പറ്റി മോനട്ടാ? ഫോണെടുക്കാൻ വന്നപ്പോഴേ ഈ പടി തട്ടി ഒന്ന് വീണു. നീ കാരണം ഞാനെന്ത് ചെയ്തു? അയ്യോ മര്യാദയ്ക്ക് വിളിച്ചു കൊണ്ടുപോയിക്കോളാം ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ പറഞ്ഞു 4 വർഷമായിട്ട് താമസിക്കുന്ന വീട്ടിൽ മോഹനകൃഷ്ണന് വിളിച്ചു ആവശ്യമില്ല എന്ന്. ഇനി ഈ പടി ഞാനായിട്ട് കൊണ്ടേ വെച്ചതാന്ന് പറയല്ലേ. ഗേറ്റിൽ ആരോ വന്നിട്ടുണ്ടല്ലോ, ഒന്ന് പോയി നോക്കി. എനിക്കറിയാം, പോയി നോക്കാൻ. വെളിച്ചം വേണോ? വേണ്ട, കളിയാക്കുന്നു. വാശി എന്ന് പറഞ്ഞ ഇങ്ങനെയുണ്ട് ഒരു വാശി. ആരും കാണുന്നില്ലല്ലോ. ഗേറ്റ് തുറന്നു കിടക്കുകയാണല്ലോ. കള്ളനാണോ കൊലപാതകയാണോ അറിയില്ല. അവിടെ എന്തോ അനങ്ങുന്നു. ഓഹോ, അത് ശരി. മോഹനകൃഷ്ണന്റെ അടുത്ത് ആ കളി. വല്ല വടിയോ കല്ലോ കിട്ടിയിരുന്നെങ്കിൽ. പുല്ല്, ചെടിച്ചട്ടിയാ, കല്ല് വേണ്ട, ചുടുകട്ട. ഈശ്വര, കൊള്ളണേ, ഒറ്റയരയ്ക്കാൻ വീഴണം. ഇറങ്ങിവാ, ഞാനൊരു കള്ളനെ പിടിച്ചു. എന്റെ മോഹനകൃഷ്ണന്റെ വീട്ടിൽ വന്ന് അല്ലവിടെ ഞാൻ വെളുത്തുകൊണ്ടുവാ. വില്ലേജ് ഓഫീസറെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയോ? കള്ള, നിന്നെ ഞാൻ നീ എന്തിനാ ഈ സമയത്ത് ഇവിടെ? എന്നെ കണ്ടെ അങ്ങോട്ട് പറഞ്ഞായിരുന്നു. എന്റെ വീട്ടിൽ മൂത്രമൊഴിക്കുന്നത് ഇടിക്കും. കൊല്ലു ഞാൻ. ഭ്രാന്തിന്റെ അച്ഛന് വക്കീല ഇനിയാണ് താമസിച്ച വക്കീലിനെ വെട്ടി ഇയാൾ കൊല്ലും. ഇത് വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ വീടാണ്, പബ്ലിക് അക്കൂസല്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്താണ് മൂത്രമൊഴിച്ചത്? ഇനി നീ മൂത്രം ഒഴിക്കോടാ. നീ മൂത്രം ഒഴിക്കോടാ. ഇവിടെ മുഴുവൻ മൂത്രം ഒഴിച്ച് നാറ്റിച്ചല്ലേ ഒഴിക്കോണം. അഹങ്കാരി. എന്തൊക്കെയാ മോനടരി കാണിച്ചു കൂട്ടുന്നത്? ആ ഏർ ഉത്തമന്റെ തലേ കൊണ്ടിരുന്നെങ്കിലോ? അവൻ ചത്തുപോയനെ. എടി, കറണ്ട് കെട്ട നേരത്ത് ആരും അറിയാതെ ഗേറ്റ് തുറന്ന് അകത്ത് വന്ന് എന്റെ വീടിന്റെ കോമ്പൗണ്ടിൽ മൂത്രം ഒഴിക്കേണ്ട കാര്യം എന്താ അവന്? ഇവനൊക്കെ ആരാ മര്യാദ പഠിപ്പിച്ചത്? സാധാരണ അവൻ വരുമ്പോ മോഹനകൃഷ്ണ സാറേ എന്ന് കാറ് വിളിച്ചാണല്ലോ വരുന്നത്. ഇന്നെന്താ ഒന്നും മിണ്ടാത്തത്? അപ്പൊ അവനകത്ത് തന്നെ കിട്ടും. ശരി, ഉത്തമൻ വിളിച്ചില്ല. പക്ഷെ ഒരാളെ കണ്ടപ്പോ അത് ആരാണെന്ന് ചോദിക്കാറുണ്ടല്ലോ മോഹനേട്ടന്. അപ്പോ അവൻ വാതുറന്ന് പറയുമായിരുന്നല്ലോ ആരാണെന്ന്. ഇതാണ് ഞാൻ പറയുന്നത്, ഒരു ഇൻവെർട്ടർ വാങ്ങണമെന്ന്. ഇൻവെർട്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നു. ഇനി ഈ ജന്മം ഒരു സഹായത്തിനൊത്തും വരുമെന്ന് തോന്നുന്നുണ്ടോ? വേണ്ട, എന്നെ സഹായിക്കാൻ വേറെ 100 പേരുണ്ട്. 100 പേര്. കാരണമൊന്നല്ലോ. ഇത്രയും കാര്യം ഈ സമയത്ത് വന്നിരുന്നെങ്കിൽ ഉത്തമനെ ഏറി കിട്ടുമായിരുന്ന. ഇത്രയും സമയം നമ്മൾ വഴക്കുണ്ടാകാതിരുന്നാലും മതിയായിരുന്നു. വഴക്കുണ്ടാക്കി നമ്മുടെ 2 പേരുടെ നേരം പോയി. കാരണമൊന്നല്ലോ. ഇനിയിപ്പോ നീ പോയി ആ പീതാമ്പന്റെ ആരുടെയൊക്കെ കേസ് പഠിക്കാല്ലേ, പോയി പഠിക്കും. മോഹനേട്ട് പോയി കനാലിന്റെ ഭൂമിയുടെ റിപ്പോർട്ട് തയ്യാറാക്കാൻ നോക്കും. പിന്നെ ഇനി മുതല് നമ്മൾ ഈ കറണ്ട് കെട്ടുന്ന സമയത്ത് ചുമ്മാതിരുന്നാ മതി. അങ്ങനെ ചുമ്മാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല, വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. എന്ന്
ലോഡ് ഷെഡിംഗ് മലയാളിയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു പ്രഹേളികയാണ്. പണ്ടൊക്കെ മഴ പെയ്തില്ലെങ്കിൽ വൈദ്യുതി നിയന്ത്രണം എന്ന് പറഞ്ഞിരുന്നത് മാറ്റി മഴ പെയ്താലും വൈദ്യുതിയില്ല എന്ന് പറയുന്നിടത്തേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലോഡ് ഷെഡിംഗ് എന്ന ജീവിത യാഥാർത്ഥ്യത്തെ കണ്ണും പൂട്ടി സ്വീകരിച്ച് മോഹനകൃഷ്ണനെയും സത്യഭാമയും പോലെ രാത്രിയിലെ ആ അരമണിക്കൂർ സമാധാനപരമായി ചെലവിടാൻ ഉപദേശിച്ചുകൊണ്ട് കുറെ കൂടി നിസാരമായ മറ്റൊരു കാര്യവുമായി കാര്യം നിസാരം തിങ്കളാഴ്ച രാത്രി 9 മണിക്ക്. കാര്യം നിസാരം.